നമ്മുടെ അടുത്ത ടോപ്പിക് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. നമ്മുടെ ഇക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന 3 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. Now, liberalization gradually led to privatization, and that gradually led to globalization. Liberalization എന്താണെന്ന് പറയാം. Liberalization means റിലാക്സേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങളെ കുറച്ചും കൂടി ലിബറൽ ആക്കുക. ടോട്ടലി എടുത്തു കളയാന്നല്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റംസ് ഡ്യൂട്ടി 25% ആയിരുന്നതിനെ 15% അല്ലെങ്കിൽ 10% ആക്കി കുറയ്ക്കുക. അതേപോലെ പല സെക്ടേഴ്സിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കുക. ബിഫോർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഗവൺമെന്റ് ഫോളോ ചെയ്ത പോളിസി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയാണ്. അതായത് ഇന്ത്യൻ കമ്പനീസിനെ ഫോറിൻ കമ്പനീസിന്റെ കോമ്പറ്റീഷനിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു. അതായത് ഫോറിൻ കറൻസി കൺട്രോളിലായിരുന്നു, ഇമ്പോർട്ട്സ് കൺട്രോളിലായിരുന്നു, മൾട്ടിനാഷണൽ കമ്പനീസിന് ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. 1991 റിഫോംസിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതാണ് ലിബറലൈസേഷൻ. നൗ പ്രയർ ടു ലിബറലൈസേഷൻ, അതായത് അന്നത്തെ സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങളെയൊക്കെ റിലാക്സ് ചെയ്യുക. അതായിരുന്നു ബേസിക്കലി ഇക്കണോമിക് ലിബറലൈസേഷൻ. അതായത് റിലാക്സേഷൻ ഓഫ് പ്രീവിയസ് ഗവൺമെന്റ് റൂൾസ്. ഇതിനു മുമ്പ് ഉണ്ടാക്കിയ 91 മുമ്പ് സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങളെ മാറ്റി പ്രൈവറ്റൈസേഷൻ അനുവദിക്കുക. അതായത് പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. അതാണ് ഇക്കണോമിക് ലിബറലൈസേഷൻ. ഇതിന്റെ ചില എക്സാമ്പിൾസ് ആണ്. ഒന്ന്, റിമൂവൽ ഓർ റിഡ്യൂസിങ് താരിഫ്. അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി കംപ്ലീറ്റ്ലി എടുത്ത് കളയുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതേപോലെ തന്നെ കൗണ്ടർ വീലിംഗ് ഡ്യൂട്ടി. അതായത് ഈ താരിഫ് പല തരത്തിലുണ്ട്. താരിഫ് എന്ന് പറയുന്നത് ടാക്സസ് ആണ്. പലതരത്തിലുള്ള ടാക്സ് ഉണ്ട് ഫോറിൻ ട്രേഡിനെ ഹിൻഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. അതിന് റിമൂവ് ചെയ്യുക. അതേപോലെ ഗവൺമെന്റ് സബ്സിഡി തന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരുപാട് കുറയും. നമുക്ക് ചെറിയ വിലയ്ക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത സെക്ടേഴ്സിൽ നിന്ന് സബ്സിഡീസ് എടുത്ത് കളഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ഫോറിൻ ഗുഡ്സ് കൂടുതലും ആദ്യത്തെക്കാളും കൂടുതൽ ഇന്ത്യയിൽ വന്നു തുടങ്ങി. ഡെവലപ്പിംഗ് നേഷൻസ്, ഇപ്പൊ ഇന്ത്യ ഡെവലപ്പിംഗ് നേഷൻ ആണ്. ഡെവലപ്പിംഗ് നേഷൻസിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ കമ്പനീസിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ആൾക്കാർക്ക് പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. പിന്നെ നമ്മുടെ ഈ MBA ഡിഗ്രി ഇല്ലേ, MBA, ഇത് കൂടുതൽ പോപ്പുലർ ആയത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷന് ശേഷമാണ്. കാരണം മൾട്ടിനാഷണൽ കമ്പനീസും പ്രൈവറ്റ് കമ്പനീസ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആവശ്യം മനസ്സിലായത്. ഇന്ത്യയിൽ ഇക്കണോമിക് ലിബറലൈസേഷൻ വന്നത് 1991 ഇറ്റ് കണ്ടിന്യൂസ് ഈവൻ ടുഡേ. ആൻഡ് ബിക്കോസ് ഓഫ് ലിബറലൈസേഷൻ പ്രൈവറ്റ് സെക്ടറിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ, അതായത് കൂടുതൽ ഫോറിൻ കമ്പനീസ് പ്രൈവറ്റ് കമ്പനീസ് വരാൻ തുടങ്ങി. ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്തു. അതേപോലെ നമ്മളുടെ സെൽ ഫോൺ കണക്ഷൻ പ്രൊവൈഡേഴ്സ്, BSNL മാത്രമല്ല, ഇപ്പോൾ ഒത്തിരി പ്രൈവറ്റ് കണക്ഷൻ പ്രൊവൈഡേഴ്സ് വന്നു. കോമ്പറ്റീഷൻ കൂടി. കസ്റ്റമേഴ്സിന് കൂടുതൽ വെറൈറ്റി, കൂടുതൽ ചോയ്സ് കിട്ടി തുടങ്ങി. അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ പോസിബിൾ ആക്കി. അതായത് നമുക്ക് ക്യാപിറ്റൽ ഷോർട്ടേജ് കാരണം പല സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അനുവദിക്കാൻ തുടങ്ങി. Some of the changes which were adopted in our country include reduction in import tariff, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ റേറ്റ് കുറയ്ക്കുക. ഡീറെഗുലേഷൻ ഓഫ് മാർക്കറ്റ്, അതായത് സർക്കാരിന്റെ കൺട്രോൾ മാർക്കറ്റിൽ നിന്ന് കുറച്ചിട്ട് കൂടുതൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതായത് ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന മാറ്റങ്ങൾ പ്രകാരം ആയി തുടങ്ങി മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ്. പ്രൈസ് ഫിക്സേഷൻ. ടാക്സസ് ഓൺ ദ ഹോൾ, ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രമല്ല എല്ലാ ടാക്സസ് കുറച്ചു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി.
ഈ പുതിയ എക്കണോമിക് പോളിസീനെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പേര് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. മാത്രമല്ല ഇക്കണോമിക് റിഫോംസ് ഓഫ് 1991 എന്നും ഇതിനെ പറയും. ഇതിനു മുമ്പുണ്ടായിരുന്ന ട്രേഡ് പോളിസീസ്, അതായത് 91 മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് ഉണ്ടാക്കിയ ട്രേഡ് പോളിസീസിൽ ഹൈ താരിഫ് ആൻഡ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ, ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതൽ, ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കൂടുതൽ, വളരെ ചെറിയ അളവിൽ കൺസ്യൂമർ ഗുഡ്സ് മാത്രമേ, അത്യാവശ്യമുള്ള കൺസ്യൂമർ ഗുഡ്സ് മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ക്യാപിറ്റൽ ഗുഡ്സ്, നമുക്കിവിടെ ക്യാപിറ്റൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് ഫീസിബിൾ അല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ അന്ന് ലിമിറ്റഡ് നമ്പർ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ ലൈസൻസ് ഉണ്ടായിരുന്നു, അതായത് ഇമ്പോർട്ട് ലൈസൻസ്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ലൈസൻസ് കൊടുക്കണം. കമ്പനീസിന് മാത്രമേ അവർ കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ 1993, അതായത് LPGക്ക് ശേഷം ഇമ്പോർട്ട് ലൈസൻസിങ് കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്തു. ചില ഇമ്പോർട്ടൻറ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സിൽ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടേഴ്സിൽ നിന്നും ഇമ്പോർട്ട് ലൈസൻസിങ് മാറ്റി. ആർക്ക് വേണമെങ്കിലും എന്താവശ്യമുള്ള കാര്യവും ഇപ്പം നമുക്ക് ലൈസൻസ് ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമി നൗ ഓപ്പൺഡ് അപ്പ് ടു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ദി റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതായത് അത്രയും കാലം ഒരുമാതിരി അടച്ചു പൂട്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഇക്കോണമിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നു, ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ പ്രോഡക്ട്സ് വന്നു, ഇന്ത്യൻ പ്രോഡക്ട്സ് പുറത്തോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ വന്നു. അതായത് ഫോറിൻ ഗുഡ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റും വിറ്റ് പോകണം, ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിനും കച്ചവടം ഉണ്ടാവണം. അപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചു, പ്രൈസ് കോമ്പറ്റേറ്റീവ് ലെവലിലാക്കി. ആദ്യത്തെക്കാളും പ്രൈസൊക്കെ കുറച്ച് ലോവർ ചെയ്തു, കുറച്ചു. അപ്പോൾ കസ്റ്റമേഴ്സിനും കൂടുതൽ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആയിരുന്നു ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കുന്നതുകൊണ്ട് ഒരുപാട് ക്യാപിറ്റൽ ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഷോർട്ടേജ് ഉള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റി. The next topic is privatization. പ്രൈവറ്റൈസേഷൻ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഓണർഷിപ്പ് മാറി പ്രൈവറ്റ് പാർട്ടീസിന് കൊടുക്കുക. ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഫ്രം ഗവൺമെൻറ് ടു പ്രൈവറ്റ് സെക്ടർ ഓർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഇങ്ങനെയും പറയാം, പ്രൈവറ്റൈസേഷൻ മീൻസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഇൻ പബ്ലിക് ഓർ സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസ്. അതായത് പ്രയർ ടു 1991 LPG വരുന്നതിന് മുമ്പ് എല്ലാം ഗവൺമെൻറ് ഓൺ കമ്പനീസ് ആയിരുന്നു. പിന്നെ വളരെ ലിമിറ്റഡ് നമ്പറിൽ മാത്രമേ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് കമ്പനീസിന് ഓപ്പറേറ്റ് ചെയ്യാൻ ഫ്രീഡം കൊടുത്തു. ദി നമ്പർ ഓഫ് പ്രൈവറ്റ് ഓണേഴ്സ് ആൻഡ് പ്രൈവറ്റ് ബിസിനസ്സസ് ഇൻക്രീസ്ഡ് ഇൻ ദി എക്കോണമി. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ബൈ ഓഫറിങ് ഷെയർസ് ടു ദി ജനറൽ പബ്ലിക്. ഗവൺമെൻറ് ഒരു കമ്പനീനെ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ജനറൽ പബ്ലിക്കിന് ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു, ജനറൽ പബ്ലിക് വാങ്ങിക്കുന്നു. അങ്ങനെയാണ് പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ ലൈക്ക് വാട്ടർ സപ്ലൈ, പിന്നെ കുക്കിംഗ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ പബ്ലിക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ വെൽഫെയറിന് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മാത്രം ഗവൺമെൻറ് റീറ്റെയിൻ ചെയ്തു. പക്ഷേ നോൺ കോമ്പറ്റേറ്റീവ് മൊണോപ്പൊളി ഗവൺമെൻറ്റിൻ്റെ മാത്രം കൺട്രോൾ ആയിരിക്കുമ്പോൾ there is only one party operating in that sector. പക്ഷെ അതൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് ആക്കാതെ വെൽഫെയർ ഓറിയൻറ്റഡ് ബിസിനസ്സായിട്ട് സർക്കാർ അത് കൊണ്ടു നടന്നു. അപ്പം ഇങ്ങനത്തെ കാര്യത്തിൽ മാത്രം അതായത് ഡിഫെൻസ്, പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇങ്ങനെ ചില കോർ സെക്ടേഴ്സിൽ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്തു. ബാക്കി എല്ലാത്തിലും പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. Okay, the next topic is globalization. The definition of globalization ഇങ്ങനെ പറയുന്നു. Globalization means removal of trade barriers between nations. ഞാൻ തൊട്ട് മുമ്പത്തെ പോർഷനിൽ ട്രേഡ് ബാരിയേഴ്സ്, നോൺ ട്രേഡ് ബാരിയേഴ്സ്,
അതായത് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. നമുക്ക് ടാക്സ് വഴി അതല്ലെങ്കിൽ പിന്നെ കോട്ട ഇങ്ങനത്തെ അതായത് ഫിസിക്കൽ ലിമിറ്റ് വെച്ച് ഇമ്പോർട്ടും എക്സ്പോർട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എടുത്തു മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നൗ വേറൊരു കാര്യം ഗ്ലോബലൈസേഷൻ്റെ ഇൻറ്റഗ്രേഷൻ ഓഫ് എക്കോണമീസ് ത്രൂ ഫിനാൻഷ്യൽ ഫ്ലോ. അതായത് ക്യാപിറ്റൽ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇന്ത്യയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ കൺട്രീസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് എല്ലാ ഇക്കോണമീസും ഇൻ്റർ കണക്റ്റഡ് ആവുന്നു, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആവുന്നു ത്രൂ ദി മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ടെക്നോളജി. ഇപ്പം എല്ലാ രാജ്യങ്ങളും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് പല രീതിയിലുള്ള ഇൻഫർമേഷൻ അബൌട്ട് മാർക്കറ്റ്സ്, ഇൻഫർമേഷൻ അബൌട്ട് product prices. Then you have ideas of how to manufacture something. അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇന്ത്യയിൽ ഇരുന്നപ്പോൾ എല്ലാ പ്രോഡക്ട്സും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അതായത് ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ എങ്ങും കിട്ടാത്ത ഓരോ സാധനങ്ങൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ബിറ്റ്വീൻ കൺട്രീസ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഷോർട്ടേജ് പോയി. പിന്നെ ആൾക്കാർക്കും അതായത് വർക്ക് പെർമിറ്റ് ഒക്കെ എടുത്തിട്ട് ദേ ക്യാൻ വർക്ക് ഇൻ അതർ കൺട്രീസ്. ഗോൾഡൻ ടൈംസ് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഇതൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കുറേ കൂടി റിലാക്സ്ഡ് ആയിട്ട് നടക്കുന്നു. വേൾഡ് ബാങ്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലോബലൈസേഷന്. അതായത് ഫ്രീഡം ആൻഡ് എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ് ടു ഇനീഷ്യേറ്റ് വോളണ്ടറി ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് വിത്ത് റെസിഡൻസ് ഓഫ് അതർ കൺട്രീസ്. അതായത് ആദ്യമൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോളിൻ്റെ കാര്യത്തിൽ, ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ, എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസും ലിമിറ്റും വെച്ചു. ഇപ്പോൾ അതെല്ലാം എടുത്തു മാറ്റി ഒരു രാജ്യത്ത് റിസൈഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും ഫേംസിനും മറ്റൊരു രാജ്യത്തിരിക്കുന്ന ആൾക്കാരായിട്ട് വോളണ്ടറി, അതായത് സ്വയം ഇഷ്ടം പ്രകാരം ട്രാൻസാക്ഷൻസ്, ഇറ്റ് ക്യാൻ ബി സെല്ലിങ്, ഇറ്റ് ക്യാൻ ബി ബൈയിങ്, ഇറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റിംഗ്, എനി ഇക്കണോമിക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഫ്രീഡം ഇപ്പോൾ ഉണ്ട്. ഇതാണ് വേൾഡ് ബാങ്ക് ഡെഫിനിഷൻ പറയുന്നത്. നൗ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഗ്ലോബലൈസേഷൻ വഴി വന്നത്? ഒന്നാമത്തത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ കമ്പനീസിന് വന്ന് ഒരു നല്ലൊരു ശതമാനം വരെ ഇന്ത്യൻ സെക്ടേഴ്സിൽ, അതിൽ എക്സെപ്ഷനായിട്ട് ഡിഫെൻസും പിന്നെ വേറെ ചില സെൻസിറ്റീവ് സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാ സെക്ടേഴ്സിലും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിളായി. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കൺസ്ട്രെയിൻസ്. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലാബറേറ്റ് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയറായിരുന്നു. കുറേ പേപ്പേഴ്സ് വേണം, പല ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ പെർമിഷൻ വേണം എന്തെങ്കിലും ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ. ഇപ്പോൾ അത് കുറേയും കൂടി റിലാക്സ് ചെയ്തു. പിന്നെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് ഫോറിൻ കൊളാബറേഷൻസ്. ജോയിൻറ്റ് വെഞ്ചറിൽ ഒരു ഇന്ത്യൻ കമ്പനിയും വേറൊരു കമ്പനിയും 50-50 ഓണർഷിപ്പ്, 50-50 പ്രോഫിറ്റ് ഷെയറിംഗ് ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. മാരുതി സുസുക്കി. അതേപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻസ്. ഇന്ത്യൻ കമ്പനീസ് എബ്രോഡ് പോയി വേറെ കമ്പനീസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേറെ, അതായത് ഓപ്പറേഷൻസ് നടത്തുന്നു, ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്നു. പിന്നെ ട്രേഡുമേ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒരുപാട് കുറച്ചു. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു, എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു, സബ്സിഡീസ് കുറച്ചു. പ്രൈവറ്റ് കമ്പനീസ്, അതായത് പ്രൈവറ്റൈസേഷൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നു. പ്രൈവറ്റ് പാർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ്. ശരിക്കും നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാൽ BSNL മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ യു ഹാവ് കൂടുതൽ കണക്ഷൻ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ബാങ്കിങ് കുറച്ച് നാഷണലൈസ് ബാങ്ക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒത്തിരി ബാങ്കിങ്, ഇൻഷുറൻസ് കമ്പനീസ് വന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കൂടുതൽ ചോയ്സ് ഉണ്ട്, കുറച്ചും കൂടി നല്ല സർവീസ് കിട്ടുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കോമ്പറ്റീഷൻ കൂടി, പക്ഷേ എഫിഷ്യൻസിയും കൂടി. ഈ ഇക്കണോമിക് പോളിസി ഓഫ് 1991, അതായത് ഞാൻ 1991 കുറേ ഇക്കണോമിക് റിഫോംസ് വന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഗ്ലോബലൈസേഷൻ ഒരു പുഷ് കൊടുത്തത്. അതിനുശേഷം ജാനുവരി 1, 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്തു.
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറേയും കൂടി പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. As a result of this, all types of goods and services are available in India. നമുക്കെല്ലാം ഇവിടെ വന്ന് പല കമ്പനീസും ഇവിടെ വന്ന് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഓപ്പൺ ചെയ്തു കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടി. അതേപോലെ you have lots of foreign companies selling their products in India. കുറേ ഫോറിൻ പ്രോഡക്ട്സ് ഇന്ത്യയിൽ വന്നു, ഫോറിൻ ബ്രാൻഡ്സ് ഇവിടെ വന്ന് സെല് ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ത്യയിലിരുന്ന് നമുക്ക് എല്ലാം ഇന്ത്യയിൽ, അതായത് ആസ് ആൻ ഇന്ത്യൻ നമുക്ക് കുറേ വി ഹാവ് എ ഗ്രേറ്റർ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഇസ് അവൈലബിൾ ടു അസ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞു, പക്ഷേ ഇത് ഡീറ്റെയിലിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, ഗ്ലോബലൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ അനുവദിക്കുന്നു, അതേപോലെ തന്നെ വേറെ കൺട്രീസിലും അവൈലബിൾ ആണ്. അതായത് ആ ഒരു ഫ്രീഡം അവൈലബിൾ ആണ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ രാജ്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർക്ക് തിരിച്ച് ദേ ഗെറ്റ് എ ഫെയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ലാഭം കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് അവർക്ക് നല്ലൊരു റിട്ടേണും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടുന്നുണ്ട്. പിന്നെ ബോറോയിങ്സ് ആർ പോസിബിൾ അറ്റ് എ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കുറഞ്ഞ പലിശയ്ക്ക് ഫൈനാൻസ്, അതായത് ഫണ്ട് ബോറോ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഗ്ലോബലൈസേഷൻ വഴി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫ്ലോസ് ഫ്രം സർപ്ലസ് കൺട്രീസ് ടു നീഡി കൺട്രീസ്. ചില കൺട്രീസിൽ ക്യാഷ് സർപ്ലസ് ആണ്, ചില രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ ക്യാപിറ്റലിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ സർപ്ലസ് ഉള്ള രാജ്യത്ത് നിന്ന് നീഡി ആവശ്യമുള്ള രാജ്യത്തേക്ക് ക്യാപിറ്റൽ ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ ബെനിഫിറ്റ്. സെക്കൻഡ് ബെനിഫിറ്റ് ഇസ് ഫ്രീ ഫ്ലോ ഓഫ് ടെക്നോളജി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, അതേപോലെയാണ് ടെക്നോളജി. എങ്ങനെ വേണം ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഇങ്ങനെ ടെക്നോളജി ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക്, നോർമലി ഡെവലപ്ഡ് കൺട്രിയിൽ നിന്നാണ് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ടെക്നോളജി ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നു. അവർക്ക് അവരുടെ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാം. അവരുടെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊരു പ്രോസസ്സ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതലും അഗ്രികൾച്ചർ സെക്ടറിനെയാണ് ഡിപ്പെൻഡൻസ്. അത് മാറി അവർ ഇൻഡസ്ട്രിയലൈസ്ഡ് ആവുന്നു. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. പിന്നെ മൂന്നാമത്തെ ബെനിഫിറ്റ്, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആർ സ്പ്രെഡ് അക്രോസ് ദി ഗ്ലോബ് ഫോർ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഇറ്റ് മീൻസ് ദാറ്റ് മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് പരമാവധി ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യത്ത് പോയി മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫാക്ടറീസ് ഓപ്പൺ ചെയ്യുന്നു. മൾട്ടിനാഷണൽ കമ്പനീസ് നോക്കുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് ആണ്. കാരണം പകുതി വിലയ്ക്ക് പകുതി കോസ്റ്റിന് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഈ രാജ്യങ്ങളിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പ്രശ്നമാണ്, തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആൾക്കാർക്ക് ജോലി കിട്ടി പോകുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. അതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ഇസ് free flow of capital, technology and locating manufacturing units leads to balanced development. നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ, അതായത് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, പിന്നെ ടെക്നോളജി, അതേപോലെ ലൊക്കേറ്റിംഗ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. ഇപ്പോൾ യു എസ് പല കമ്പനീസും മാനുഫാക്ചറിങ് നടത്തുന്നത് വിയറ്റ്നാം പോലത്തെ രാജ്യങ്ങളിലാണ്. അവിടെ കുറേ പേർക്ക് ജോലി കിട്ടി പോകുന്നു. അതേപോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ബാലൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ കൺട്രീസ് ഇൻ ദി വേൾഡ് വെൻ ക്യാപിറ്റൽ, ടെക്നോളജി ആൻഡ് എവറിഥിങ് ഫ്ലോ ഫ്രം വൺ കൺട്രി ടു അനദർ. Now continuing with benefits of globalization or advantages of globalization, രണ്ട് പോയിന്റ്സും കൂടിയുണ്ട്. ഒന്നാമത്തത്, ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, ഇൻകം ആൻഡ് കൺസംഷൻ ആൻഡ് ഓൾസോ ഹയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്. അതായത് ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഡെവലപ്ഡ് രാജ്യങ്ങൾ ടെക്നോളജി കൊടുത്ത്, ഐഡിയാസ് കൊടുത്ത്, ക്യാപിറ്റൽ കൊടുത്ത് സഹായിക്കുന്നു.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെവലപ്പിംഗ് രാജ്യത്ത് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യും. ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം കൂടും, ആൾക്കാർക്ക് ജോലി കിട്ടും, ഇൻകം ഉണ്ടാവും, പർച്ചേസിങ് പവർ കൂടും, കൺസംഷൻ കൂടും, ആൻഡ് ഓൺ ദ ഹോൾ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ്, എക്സ്പോർട്ടിന് വേണ്ടി മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഇതെപ്പോഴും ഇൻറ്റീരിയർ പാർട്സ് ഓഫ് ദി കൺട്രി, അല്ലെങ്കിൽ ഒരു സിറ്റി സെലക്ട് ചെയ്തിട്ട് അതിലെ ഏറ്റവും അതായത് ഇൻറ്റീരിയർ ലെസ് ഡെവലപ്ഡ് ഏരിയയിൽ കൊണ്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ജോലി കിട്ടുന്നു, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുന്നു. ഇതാണ് ഒരു ബെനിഫിറ്റ്. ലാസ്റ്റ് ബെനിഫിറ്റ്, കൺസ്യൂമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ചിന്തിക്കുകയാണെങ്കിൽ പ്രോഡക്ട്സ് വിത്ത് ഹൈ ക്വാളിറ്റി ആർ അവൈലബിൾ അറ്റ് ലോവർ പ്രൈസസ്. മാർക്കറ്റ് വൈഡൻ ചെയ്തു, ഡൊമസ്റ്റിക് മാർക്കറ്റ് മാറി ഗ്ലോബൽ മാർക്കറ്റായി. ഇപ്പോൾ ഫോറിൻ കമ്പനീസ് വന്ന് അവരുടെ പ്രോഡക്ട്സ് സെല് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഏത് ഐറ്റം എടുത്താലും, സെൽഫോൺ എടുത്താലും, റിസ്റ്റ് വാച്ച് എടുത്താലും, എന്ത് സാധനം, ബ്യൂട്ടി പ്രോഡക്ട്സ് എടുത്താലും കുറേ കമ്പനീസ്, കുറേ ബ്രാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുമ്പോൾ വില കുറച്ച് കുറയും. അപ്പോൾ ലോവർ പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഇന്ത്യയിലിരുന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ്. നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ. നമ്മൾ പുതിയതായിട്ടൊരു എന്തെങ്കിലും ഒരു ഐഡിയ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അതിന് രണ്ട് വശങ്ങളും ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടിനാഷണൽ കമ്പനീസ് വരുന്നു, ഇവിടെ പ്രോഡക്ട്സ് സെല് ചെയ്യുന്നു, പിന്നെ ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വശത്ത് നടക്കുന്നു. മറ്റൊരു വശത്ത് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ട് വരുന്നു. എല്ലാവരും ഒരുപോലെ എഫിഷ്യൻ്റ് ആയിരിക്കില്ല. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും ക്വാളിറ്റി ഇതിനേലും ഒരുപാട് ഹൈ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ലോക്കൽ പ്രോഡക്ട്സിന് ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, അവർ പ്രൊഡക്ഷൻ കുറയ്ക്കും, അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോലി സാധ്യതകൾ ഇല്ലാണ്ട് ആവുന്നു. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഫോറിൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് രണ്ട് രീതിയിലുള്ള വയലേഷൻ നടത്തും. ഒന്ന് ലേബർ ലോ, ഒന്ന് എൻവയൺമെൻറ്റൽ ലോ. ഇന്ത്യൻ ലേബർ ലോ പ്രകാരം 8 മണിക്കൂറാണ് ഒരാൾ ജോലി ചെയ്യേണ്ടത്. 8 മണിക്കൂർ വരെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ വില്ലിംഗ്ലി ആയിരിക്കണം അവർക്ക് എക്സ്ട്രാ റെമ്യൂണറേഷൻ കൊടുക്കണം. പക്ഷേ ഈ ഫോറിൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ലോങ് വർക്കിംഗ് അവേഴ്സ്, പിന്നെ ഹൈജീനിക് കണ്ടീഷൻസും, ഹെൽത്തി ആൻഡ് ഹൈജീനിക് വർക്കിംഗ് കണ്ടീഷൻസ് അല്ല. പിന്നെ ചില സ്ഥലത്ത് ചൈൽഡ് ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ക്രിറ്റിസിസം വന്നത് US-നെതിരെ. വിയറ്റ്നാമിലാണ് അവരൊരു രീതിയിലുള്ള കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്. ആ കാർപ്പറ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊച്ചു പിള്ളേരെയാണ് എംപ്ലോയ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ ഡിസഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ പെപ്സി പ്ലാന്റ് ഇൻ പാലക്കാട് പെപ്സിയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. എന്നിട്ട് അവരിങ്ങനെ വെള്ളം വലിച്ച് ആ ഏരിയയിലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റഡ് ആയി. അപ്പോൾ MNCs അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ലെസർ പ്രൊഡക്ഷൻ കോസ്റ്റ്. പിന്നെ അവരെന്ത് ചെയ്യുന്നു, അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത്, അതായത് നാച്ചുറലി ഇപ്പോൾ ഓരോ രാജ്യത്തിന് ചിലപ്പോൾ ഫോറസ്റ്റ് ആയിട്ട്, ചിലപ്പോൾ വാട്ടർ റിസോഴ്സസ് ആയിട്ട്, ചിലപ്പോൾ മിനറൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അതിനിങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് യൂസ് ചെയ്ത് അവരവരുടെ പ്രോഡക്ട്സ് കൊണ്ട് ലോകം മുഴുവൻ വിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ സഫർ ചെയ്യുന്നത് ആ ഡെവലപ്പിംഗ് കൺട്രിയാണ്. കാര്യം ഒന്ന്, ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ലേബർ ലോ, പിന്നെ പൊല്യൂഷൻ ഉണ്ടാവും, പിന്നെ ലോങ് റണ്ണിൽ നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റഡ് ആവും. നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും ഫോം ചെയ്യാൻ എത്രയോ വർഷങ്ങൾ പിടിക്കും. അപ്പം നമ്മൾ പറയാമല്ലോ, ക്രൂഡ് ഓയിൽ ഡെപ്പോസിറ്റ്സ് ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്രൗണ്ട് വാട്ടർ ലെവൽ പല സ്ഥലത്തും വെള്ളമില്ലാതെയായി. അത്രയ്ക്ക് ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബലൈസേഷൻ്റെ മൂന്നാമത്തെ ഡ്രോബാക്ക്.